എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ വിധിവൈപരീത്യങ്ങൾ നിശ്ചയം സംഭവിക്കുന്നതാണ്. അപ്പോൾ സമസ്ത സ്വപ്നങ്ങളും സമസ്ത ആഗ്രഹങ്ങളും സമസ്ത പ്രതീക്ഷകളും ഭസ്മമാക്കപ്പെടുന്നതുമാണ്. ജീവിതത്തിലെ സകല പദ്ധതികളും തകിടം മറിയുന്നതുമാണ്. ഒരു ഭാഗത്ത് ധർമ്മമാണ് ഉണ്ടാകുന്നതെങ്കിൽ മറുവശത്ത് സുഖമാണുണ്ടാവുക. ഇതിനെയാണ് ധർമ്മസങ്കടം എന്ന് പറയുന്നത്. അതായത് ധർമ്മം വഹിക്കുക എന്നത് സങ്കടകരമാകുന്നു, ധർമ്മത്തെ പരിത്യജിക്കുക എന്നത് സുഖകരവുമാകുന്നു. ചിന്തിച്ചു നോക്കിയാലും ചിലപ്പോൾ നമുക്ക് നമ്മുടെ ബന്ധുജനങ്ങൾക്ക് വിരുദ്ധമായി സത്യം പറയേണ്ടതായ അവസരം പ്രാപ്തമാകാറുണ്ട്. ചിലപ്പോൾ ശരിക്കും ദാരിദ്ര്യം അനുഭവിക്കുന്ന സമയത്ത് വളരെ സരളമായി മോഷ്ടിക്കുവാനുള്ള മാർഗവും പ്രാപ്തമാകാറുള്ളതാണ്. ചിലപ്പോൾ സത്യമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഏതെങ്കിലും ഒരു രാജാവിന്റെ അല്ലെങ്കിൽ ആ രാജാവിന്റെ സേവകന്റെ അധർമ്മവും നമ്മുടെ മുമ്പിൽ പ്രകടമാകാറുണ്ട്. ഏവരുടെയും ജീവിതത്തിൽ ഇത്തരം സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടേയിരിക്കുകയാണ്. ഭൂരിഭാഗം ജനങ്ങൾക്കും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ധർമ്മസങ്കടത്തിന്റെ രൂപത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. നമുക്ക് യാതൊരു പ്രകാരത്തിലുള്ള സംഘർഷങ്ങളുടെയും അനുഭൂതിയും ഉണ്ടാവുകയില്ല. സ്വാഭാവികമായ രീതിയിൽ സുഖത്തിന്റെ നേർക്ക് നാം ആകർഷിക്കപ്പെടുകയാണ്, ശരിക്കും ഈച്ചകൾ ശർക്കരയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പോലെ. വാസ്തവത്തിൽ ധർമ്മസങ്കടം അനുഭവിക്കുന്ന നിമിഷങ്ങൾ ഈശ്വരന്റെ സമീപത്തേക്ക് നമ്മെ എത്തിക്കാവുന്ന നിമിഷങ്ങളാണ്. നാം ഇത്തരം സംഘർഷങ്ങളെ ഭയപ്പെടാതിരിക്കുകയും സുഖത്തിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കുകയും സ്വന്തം ധർമ്മത്തിൽ ദൃഢമായി നിൽക്കുകയും ചെയ്താൽ ഈശ്വര സാക്ഷാത്കാരം എന്ന പരമമായ സത്യം വിദൂരമാവില്ല. കാറ്റുമായി യുദ്ധം നടത്തുന്ന ഇലകൾ വൃക്ഷത്തിൽ നിന്നും പൊഴിഞ്ഞു പോവുകയാണെങ്കിലും അത് ആകാശത്തിലേക്ക് ഉയർന്നു പറക്കുന്നതാണ്. എന്നാൽ കാറ്റേറ്റ് ഉണങ്ങിപ്പോകുന്ന പുല്ലാണെങ്കിൽ അത് ഭൂമിയിൽ തന്നെ ശേഷിക്കുന്നതാണ്. അതായത് ധർമ്മസങ്കടത്തിൽ നിന്നും നമ്മൾ സങ്കടത്തിനെ തന്നെ അകറ്റുകയാണെങ്കിൽ സുഖം ലഭിച്ചെന്നിരിക്കാം, ജീവിതം മുന്നോട്ട് പോയെന്നുമിരിക്കാം. എന്നാൽ നമ്മുടെ സ്വഭാവം പിഴയ്ക്കുകയില്ലേ? നമ്മുടെ ആത്മാവ് ദരിദ്രമാവുകയില്ലേ? ഈശ്വര സാക്ഷാത്കാരത്തിൽ നിന്നും അകന്നു പോവുകയല്ലേ ചെയ്യുക? സ്വയം ചിന്തിച്ചു നോക്കിയാലും